السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ആരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 49-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. ഈ ആയത്തിൽ ത്വലാഖുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മസ്അലയാണ് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം, അഥവാ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയെ ആ ഒരു കരാറിൽ നിന്ന്, വിവാഹത്തിന്റെ കരാറിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം മസ്അലകൾ ഫിഖ്ഹിയായ കിതാബുകളിൽ നിക്കാഹുമായി ബന്ധപ്പെട്ടും തലാഖുമായി ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ട്. ഈ ആയത്തിൽ പറയുന്ന വിഷയം യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് തുമ്മ ത്വല്ലഖ്തുമൂഹുൻ, നിങ്ങൾ മുഅ്മിനാത്തുകളെ, മുഅ്മിനത്തായ സ്ത്രീയെ വിവാഹം കഴിക്കുകയും പിന്നീട് അവരെ ത്വലാഖ് ചെയ്യുകയുമാണ് എങ്കിൽ മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, അവരെ നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ്, ഇവിടെ സ്പർശിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ നിക്കാഹ് ചെയ്തതിന് ശേഷം ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ശാരീരികമായിട്ടുള്ള ബന്ധമൊന്നും നടന്നിട്ടില്ല, അങ്ങനെ നിങ്ങൾ അതിനു മുമ്പ് ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹാ, ആ സ്ത്രീകളുടെ മേലെ അവർ ഇദ്ദ ഇരിക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ഭർത്താവ് ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ 3 അശുദ്ധികാലം ചെയ്യുന്ന സമയമനുസരിച്ച് ചില വ്യത്യാസങ്ങളുണ്ട്, എന്നാലും 3 ഖുറു അവരുടെ ഹൈദിന്റെ കാലഘട്ടത്തിൽ, ചുരുക്കം പറഞ്ഞാൽ 3 മാസം, അല്ലെങ്കിൽ ചില കണക്കുകൾ ചില രീതിയിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഏതെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാം. 3 മാസക്കാലം ഇദ്ദയിരിക്കണം. ഇനി മരണപ്പെടുകയാണെങ്കിൽ 4 മാസവും 10 ദിവസവും എന്തു ചെയ്യണം, ഇദ്ദയിരിക്കേണ്ടതായിട്ടും ഉണ്ട്. ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെയാണ് ആ സ്ത്രീയുടെ ഇദ്ദ കാലഘട്ടം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിന്റെ ഉദ്ദേശം ആ സ്ത്രീ ആദ്യ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല എന്നുള്ളത് ഒഴിവായി പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു പ്രധാന ഉദ്ദേശം. അത് മാത്രമല്ല അതിന് പിന്നിൽ ധാരാളം ഹിക്മത്തുകൾ ഉണ്ട്. പക്ഷേ ഒരു വിവാഹം കഴിഞ്ഞ് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ, അതിനു മുമ്പ് ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇദ്ദ ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു കല്യാണം കഴിഞ്ഞു പിന്നെ ഉടനെ തന്നെ ത്വലാഖ് ചെയ്തു എങ്കിൽ ഉടനെ തന്നെ ആ സ്ത്രീക്ക് വേറെ വിവാഹം കഴിക്കാവുന്നതാണ്, അതിന് യാതൊരു തെറ്റുമില്ല, ഇദ്ദ ആവശ്യമില്ല. ഫമത്തിഉഹുന്ന വസദ്ദിഹുഹുന്ന സറാഹൻ ജമീല, എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അവർക്ക് നിങ്ങൾ, അഥവാ പുരുഷന്മാരോട് പറയാണ്, ആ സ്ത്രീകൾക്ക് നിങ്ങൾ മത്താ നൽകണം, അഥവാ ജീവിത വിഭവം നൽകണം. വസദ്ദിഹുഹുന്ന, അവരെ മോചിപ്പിക്കേണ്ടത് സറാഹൻ ജമീല, നല്ല രീതിയിലായിരിക്കണം, ഭംഗിയോടുകൂടിയായിരിക്കണം, ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹക്കുകൾ നൽകാതെയോ അല്ല. പിന്നെ മത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും വിവാഹമോചനം എന്നുള്ളത് അത്ര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആയിക്കോളുന്നില്ല, മാനസികമായിട്ടെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കുറഞ്ഞ അളവിലുള്ള, കുറഞ്ഞ കാലത്തേക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അത് സമ്പത്തുള്ള ധനികനായിട്ടുള്ള ആൾ അതിനനുസരിച്ച്, ഞെരുങ്ങിയ ആൾ അതിനനുസരിച്ച് മത്താ ആ സ്ത്രീക്ക് നൽകേണ്ടതുണ്ട് എന്ന് പറയാണ്. നല്ല രീതിയിലായിരിക്കണം ഒഴിവാക്കേണ്ടത്, ഉപദ്രവിച്ചുകൊണ്ടോ മറ്റൊന്നും ആകരുത്, നല്ല രീതിയിൽ ഒഴിവാക്കണം. മത്താ ആയിട്ട് എന്തെങ്കിലും നൽകുകയും വേണം. അത് കൃത്യമായി ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മാന്യമായ നിലക്കുള്ള ഓരോ നാടിന്റെയും ആ വ്യക്തിയുടെ വരുമാനത്തിന്റെയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അത് നൽകേണ്ടത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ആ നിക്കാഹിന് ആ സ്ത്രീയുടെ മഹർ അത് നിശ്ചയിച്ചിട്ടുള്ള ഒരു മഹർ അവിടെ ഉണ്ട് എങ്കിൽ അതിന്റെ പകുതി ഭർത്താവ് അഥവാ ആ പുരുഷൻ കൊടുത്താൽ മതിയാകും. അതിന്റെ മഹർ എത്രയാണോ നിശ്ചയിച്ചിട്ടുള്ളത്
അതിന്റെ പകുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മത്താഴ് നൽകേണ്ട ആവശ്യമില്ല. പിന്നെ പുരുഷനും സ്ത്രീക്കും പരസ്പരം തൃപ്തിയോടുകൂടി സ്ത്രീക്ക് വേണമെങ്കിൽ മുഴുവൻ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ പുരുഷന് വേണമെങ്കിൽ മുഴുവൻ മഹർ തിരിച്ചു കൊടുക്കാൻ ഒക്കെ അതിനൊക്കെ അനുവാദമുണ്ട്. അത് സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ മഹർ നിശ്ചയിച്ചതാണെങ്കിൽ മഹറിന്റെ പകുതി പുരുഷൻ സ്ത്രീക്ക് നൽകിയാൽ മതി, പിന്നെ ഒരു മത്താഴ് നൽകേണ്ട ആവശ്യമില്ല എന്നും സൂറത്തുൽ ബഖറയുടെ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ എന്താവശ്യമില്ല, സ്ത്രീ എത്തിയിരിക്കേണ്ട ആവശ്യമില്ല. മത്താ ആയിക്കൊണ്ട് എന്തെങ്കിലും ആ സ്ത്രീക്ക് പുരുഷൻ നൽകേണ്ടതുമുണ്ട്. ഈ ആയത്തിൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ത്വലാഖ് എന്നുള്ളത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ മോശമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും ഇതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന നിലയ്ക്കല്ല. ചില ആളുകൾക്കൊരു ധാരണയുണ്ട് ത്വലാഖ് എന്നത് ഒരു തെറ്റാണ്, ഒരു പാപമാണ്. അതുമായി ബന്ധപ്പെട്ട് പല വൈഫായ മൗദൂആയ ഹദീസുകളും ആളുകൾ പറയാറുണ്ട്. എന്നാൽ ത്വലാഖ് ശർഇൽ മശ്റൂആയിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും മനുഷ്യർ അതിനാവശ്യക്കാരുമാകും. എന്നാൽ അത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കപ്പെട്ട് അങ്ങനെ ചെയ്യണം എന്നല്ല ഇതിന്റെ ഉദ്ദേശം. പക്ഷെ അതൊരു അല്ലാഹു തആല ഒരിക്കലും ത്വലാഖ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയോ ത്വലാഖ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ ആക്ഷേപിക്കുകയോ അവർക്ക് സ്ഥാനം കുറച്ച് കാണിക്കുകയോ അങ്ങനെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടില്ല. കാരണം ഇതിലെന്താ സാധാരണഗതിയിലാണ് പറഞ്ഞത്, തുമ്മ ത്വലഖ്തുമുഹുന്ന, നിങ്ങൾ ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ. പോലെ ധാരാളം ആയത്തുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ആയത്തിലുള്ള ഉദ്ദേശം അതാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട ഒരു അദബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലു ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്സന ലക്കും, നിങ്ങൾ നബിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കരുത് നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടാലല്ലാതെ, ഇലാ തുആമിൻ, ഭക്ഷണത്തിലേക്ക്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ തന്റെ വീടുകളിലേക്ക് ഇതിലേക്കൊക്കെ ക്ഷണിക്കാറുണ്ട് ഭക്ഷണമുണ്ട് എങ്കിൽ. പ്രത്യേകിച്ചും അഹ്ലു സുഫയിൽപ്പെട്ട മസ്ജിദ് നബവിയിൽ താമസമാക്കിയിട്ടുള്ള സഹാബികൾ അതല്ലാതെയും എല്ലാം വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അനുവാദമില്ലാതെ, വീടിന് പുറത്തു നിന്ന് അനുവാദം നൽകപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ അകത്ത് പ്രവേശിക്കരുത്. ഗൈറ നാദിരീന ഇനാഹു, നിങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ഭക്ഷണമായോ ഇല്ലേ എന്നുള്ള നിലക്ക് പാത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയിലും നിങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അനുവാദമില്ലാതെ കയറരുത് എന്നുള്ളതും, രണ്ട്, പിന്നെ എന്താണോ അവിടെ ആവശ്യം അത്ര നേരം മാത്രമേ അവിടെ നിൽക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതും തുടർന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലു, എന്നാൽ നിങ്ങളെ ക്ഷണിച്ചാൽ, നിങ്ങളെ വിളിക്കപ്പെട്ടാൽ വീട്ടിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഫൈദാ തുഇംതും, അങ്ങനെ നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഫന്തശിറു, നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക. വലാ മുസ്തഅനിസീന ലിഹദീസിൻ, അവിടെ സംസാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇന്ന ദാലികും കാന യുഅ്ദിൻ നബി ഫയസ്തഹി മിൻകും, തീർച്ചയായും നിങ്ങൾ അവിടെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാവട്ടെ ശേഷമാവട്ടെ, ആ ആവശ്യത്തിന് ശേഷവും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിങ്ങനെ സമയം കളയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിലും അവിടുത്തെ കുടുംബവുമായി ഇടപഴകുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാത്തത് ലജ്ജ കാരണത്താലാണ്. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് മാന്യന്മാരായിട്ടുള്ള ആളുകൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുകയുണ്ടാവുകയില്ല. എന്നാൽ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയാണ്, നബി ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ സംസാരിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ ആയത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. അപ്പോ ഇതിൽ അള്ളാഹു പറയാണ്, വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു ഹഖ് പറയുന്നതിൽ ഒരു ലജ്ജയും അള്ളാഹു കാണിക്കുന്നില്ല എന്ന് പറയാം. അപ്പോ ഒന്നാമത്തെ കാര്യം ഇതിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക്, ഇത് പൊതുവായിട്ട് ഏതൊരു സന്ദർഭത്തിലും മുസ്ലിം മനസ്സിലാക്കേണ്ട ഒരു അദബാണ്. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിനോ മറ്റോ നമ്മെ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നേരത്തെ തന്നെ കയറി ചെന്ന് ഭക്ഷണം ആയോ എന്ന നിലക്ക് നോക്കി നിൽക്കുന്നതും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ സംസാരിച്ചിരുന്ന് അവരുടെ കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജിച്ചുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വഹി ഇറക്കിയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതൊരു നുബുവത്തിന് തെളിവായിട്ടുള്ള ആയത്ത് കൂടിയതാണ്.
കാരണം ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ആവശ്യമില്ല, ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങി പറയേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിലുള്ള ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ ഖുർആനിന്റെ ആയത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ മര്യാദ കാണിക്കണം എന്ന് പറഞ്ഞു. അടുത്തൊരു കാര്യം ഈ ആയത്തിൽ പറയുന്നത് വഇദാ സഅൽതുമൂഹുൻ മതാഅൻ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരോട് എന്തെങ്കിലും ചോദിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചോദിക്കേണ്ടി വരികയാണെങ്കിൽ ഫസ്അലൂഹുൻ മിൻ വറാഇ ഹിജാബിൻ, ഹിജാബിന്റെ മറക്കപ്പുറത്ത് നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത് എല്ലാ സ്ത്രീ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ദീന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ വിഷയത്തിൽ പോലും പ്രത്യേകിച്ച് അള്ളാഹു തആല ഇത് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥയോ? എന്നിട്ട് പറയാണ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ, നിങ്ങളുടെ കൽബിനും അവരുടെ കൽബിനും, സ്ത്രീകളുടെ കൽബിനും പരിശുദ്ധമായിട്ടുള്ളത് അതാണ് എന്നത്. ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും അവർ അന്യ സ്ത്രീയും പുരുഷനും സ്വതന്ത്രമായി സംസാരിക്കുകയാണ്, ഇടപഴകുകയാണ് എങ്കിൽ തീർച്ചയാണ് അവിടെ ആ പുരുഷന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ആ സ്ത്രീ അപകടത്തിൽ വീഴാൻ പോകുന്ന കാരണങ്ങൾ, പിശാച് അതിന്റെ അകത്ത് ഇടപെടുന്നത്, ഇങ്ങനെ പലതും ഉണ്ടാകും. ഒരു അന്യ സ്ത്രീയും പുരുഷനും സംസാരിക്കുന്ന ഒരു സന്ദർഭം വരികയാണ് എങ്കിൽ അവിടെ മറക്കപ്പുറത്ത് നിന്നുകൊണ്ട്, ഒറ്റക്കാകുന്ന സന്ദർഭമല്ല പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഹിജാബിനപ്പുറത്ത് നിന്നുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ചും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചോദിക്കുകയോ സംസാരിക്കുകയാണെങ്കിൽ മറക്കപ്പുറത്തായിരിക്കണമെന്ന് അല്ലാഹു തആല പ്രത്യേകം കൽപ്പിക്കുകയാണ്. ഇത് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ ഖൽബിന്റെ ആ ത്വഹാറത്ത്, ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവർക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വേറൊരു കാര്യം കൂടി പറയാണ്, വമാ കാന ലക്കും അൻ തുഅ്ദൂ റസൂലല്ലാഹ്, നിങ്ങൾ ഒരു തരത്തിലും അള്ളാഹുവിന്റെ റസൂലിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല. ആ റസൂലിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അവിടുത്തെ പത്നിമാരെ നിങ്ങളിൽ ഒരാളും തന്നെ വിവാഹം കഴിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും പരലോകത്തും സ്വർഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരാണ്. അതുകൊണ്ട് വേറൊരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം വേറെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്നദാലികും കാന ഇൻദല്ലാഹി അദീമ, അത് അല്ലാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില മര്യാദകൾ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തിയ ആയത്താണ് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്ത്. ഇതിൽ നമ്മൾ പാലിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കാണിക്കേണ്ട അദബുകൾ. അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ, എന്തെങ്കിലും ഹാജത്ത് ഉണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും ഒരു ഹാജത്ത്, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ അവിടെ ഹാജത്തില്ല, എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ വരികയാണെങ്കിൽ ഹിജാബിനപ്പുറത്ത് നിന്നായിരിക്കണം അത് ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ല അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിക്കുകയോ വാങ്ങുകയോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്ന ആയത്തല്ല, അഥവാ ആയത്തിന്റെ തുടക്കത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല ആരംഭിക്കുന്നത്. എന്നാൽ മുഅ്മിനീങ്ങളോടുള്ള ഈ ഖിതാബ് വിളി ഉണ്ട് എന്ന് മാത്രം. ഈ ആയത്തിന്റെ തുടക്കം ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊരിയുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു എന്നുള്ളതാണ്. ഇനി മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ദുആവും ഇസ്തിഗ്ഫാറും നടത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്രയും പറഞ്ഞതിന് ശേഷം പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ ആ നബിയുടെ മേലെ സ്വലാത്ത് ചൊരിയുകയും സലാം പറയുകയും ചെയ്യുക എന്ന് അല്ലാഹു തആല പറയാം. വളരെ അഫ്ളലായിട്ടുള്ള, അപ്പൊ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ഈ ദിക്റുകൾക്കെല്ലാം ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് സ്വലാത്താണ്. പ്രത്യേകിച്ചും ഇന്ന്
വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഹദീസുകളിൽ ധാരാളമായി കാണാം. ഒരാളുടെ ദുആയിൽ എത്രത്തോളം സ്വലാത്ത് ചെല്ലുന്നുണ്ടോ അത്രത്തോളം ആ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതും അവന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഞെരുക്കങ്ങൾക്ക് തുറവിയാകുന്നതും അതുപോലെ അവന്റെ ആവശ്യങ്ങൾക്ക് പകരമാകുന്നതും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതുമായിട്ടുള്ള കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ഇബ്രാഹിമി സ്വലാത്താണ്. സലാം പറയുക എന്നുള്ളത് സ്വലാത്ത് പോലെ തന്നെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന നിലക്ക് പറയണം. ഇനി ചില ആളുകൾ ഇവിടുന്ന് ഉംറക്കോ ഹജ്ജിനോ അല്ലെങ്കിൽ മദീനത്തേക്കൊക്കെ പോകുന്ന ആളുകളുടെ അടുക്കൽ നബിയോട് എന്റെ സലാം പറയണം എന്ന് പറഞ്ഞു വിടുന്നത് കാണാം. ഇവിടുന്ന് സലാം പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് സലാം പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണ്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം പേരക്കുട്ടികളുടെ കാലത്തുണ്ടായതാണ്. ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എപ്പോഴും ആ ഖബറിന്റെ അടുക്കൽ പോകുന്നത് കണ്ടു. പേരക്കുട്ടി ഒരാൾ വിളിച്ചു ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പോകുന്നത്? അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അന്തലൂസിലുള്ള ഒരാൾ അഥവാ സ്പെയിൻ ഭാഗത്തുള്ള ഒരാൾ അവിടെ നിന്ന് സലാം പറഞ്ഞാലും നീ ഇവിടുന്ന് സലാം പറഞ്ഞാലും ഒരുപോലെയാണ്, വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. സഹാബികൾ ദിവസവും രാവിലെ പോയിട്ട് നബി ഖബറിന്റെ അടുക്കൽ സലാം പറയുന്ന രീതി ഉണ്ടായിരുന്നില്ല. സഹാബികളും സലഫുകളും എല്ലാം യാത്ര കഴിഞ്ഞ് മദീനയിലെത്തിയാൽ അല്ലെങ്കിൽ മദീനയ്ക്ക് വന്നാൽ ആദ്യം വന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് പോയി തിരിച്ചു വരുന്ന സമയത്ത് അപ്പോഴെല്ലാം ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയുന്ന രീതിയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ഇവിടെ നിന്ന് പറഞ്ഞാലും ഖബറിന്റെ അടുക്കൽ നിന്ന് പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് സലാം പറയാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് കാര്യം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇവിടെ മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു തആല പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ തന്നെ 69ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ നബി അലൈഹിസ്സലാമിനെ ബനൂ ഇസ്രായേലുകൾ ഉപദ്രവിച്ചതുപോലെ ഇതിന് തൊട്ടുമുള്ള ആയത്തുകൾ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം പറയാം, ഉപദ്രവിച്ചതുപോലെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ, അവർ പറഞ്ഞു പരത്തിയതിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്. വകാന ഇൻദല്ലാഹി വജീഹ, മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനമുള്ള വ്യക്തിയാണ് എന്ന് പറയാം. ഇവിടെ പറയുന്ന വിഷയം, ഒന്നാമത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ബനൂ ഇസ്രായേലുകാർ പല രീതിയിൽ ശത്രുക്കളല്ല മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ തന്നെയും പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. അത് വലിയൊരു വിഭാഗം തന്നെ വളരെ അനുസരണക്കേട് കാണിക്കുന്ന, പലപ്പോഴും ഇപ്പോൾ മന്നയും സെൽവയും ഇറക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം പോരാ, ഇത് മാറ്റിത്തരണം, യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ നീയും നിന്റെ റബ്ബ് പോയി യുദ്ധം ചെയ്താൽ മതി, ഞങ്ങളൊന്നുമില്ല, അങ്ങനെ പല ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പല രീതിയിൽ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് സ്വഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത് ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക്. എന്നിട്ട് പറയാണ്, ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ, അവർ പറഞ്ഞതിനെ തൊട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാം വളരെ ലജ്ജയുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗവും പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം കൈപ്പത്തി മാത്രം പുറത്ത് കാണുന്ന, പൂർണ്ണമായി മറക്കുന്ന രീതിയിലാണ് അദ്ദേഹം വസ്ത്രം ധരിച്ചിരുന്നത്. അപ്പോ ആളുകൾക്കിടയിൽ അവർ പറഞ്ഞു വരുത്തിയിരുന്ന കാര്യം ശരീരത്തിൽ വെള്ളപ്പാണ്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് മറച്ചു കിടക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ദുർബലതകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നെല്ലാം ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് ഒഴിവാക്കി കൊടുക്കാൻ അള്ളാഹ് ഒഴിവാക്കി കൊടുത്തത്, മൂസാ നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ ഒരു സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി, ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് കുളിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ വസ്ത്രമെല്ലാം ഒരു കല്ലിന്മേൽ ഊരി വെച്ചപ്പോൾ ആ കല്ല് സഞ്ചരിക്കുകയും ആ വസ്ത്രം എടുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം അതിന് പിന്നാലെ പോകുന്ന സമയത്ത് ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരം കാണുകയും ഒരു കുഴപ്പവുമില്ല, ഒരു ന്യൂനതയുമില്ല, വെള്ളപ്പാണ്ടുമില്ല, ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ, അവർ പറഞ്ഞതിനെ തൊട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വകാന ഇൻദല്ലാഹി വജീഹ, അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ള ആളാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. കലീമുല്ലാ എന്നുള്ള സ്ഥാനപ്പേരുള്ള, അള്ളാഹു സംസാരിച്ചിട്ടുള്ള
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിശ്വാസികളായ ആളുകളുമായിട്ട് വരുന്ന നബിയുമാണ് മൂസാ നബി അലൈഹിസ്സലാം എന്നുള്ളത്. ആ മൂസാ നബി അലൈഹിസ്സലാമിന് പ്രത്യേകം സ്ഥാനമുണ്ട് എന്നും ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തരത്തിലും ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്ന് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തലാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.